ഞാനിവിടെ ഒരു പെപ്പർ ചിക്കൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് പൊടിയായിട്ട് അരിഞ്ഞ് എത്രത്തോളം ചെറുതായിട്ട് അരിയാം നമുക്ക് അത്രത്തോളം ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കണം. പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 3 സ്പൂൺ കോൺഫ്ലവർ പൊടി, 3 സ്പൂൺ മൈദാമാവ്. പിന്നെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മുട്ട, ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി എണ്ണയിൽ നമ്മളൊന്ന് മൂപ്പിച്ച് എടുത്തതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട്. ഒരു മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയുടെ കാര്യം പറഞ്ഞെന്ന് തോന്നുന്നു. നമ്മൾ എണ്ണയിൽ മൂപ്പിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി ഒരു ലേശം വെള്ളം ഒക്കെ ഒഴിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ് മുളക് പൊടി. ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചുകൊണ്ട് വരാം. അപ്പം ഞാൻ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അരച്ചതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആ ഉപ്പൂടെ ഇട്ടാണ് അരച്ചത്. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഇതിൽ മൈദാമാവിലേക്ക് ഇടയാണ്. മൈദാമാവും കോൺഫ്ലവർ പൊടിയും കൂടെ എടുത്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടയാണ്. അതിലേക്ക് തന്നെ ഈ മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി ഇതിലേക്ക് ഇടയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ എന്ന് പറഞ്ഞാൽ ഒരെണ്ണവും സെപ്പറേറ്റ് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ നമ്മളൊന്ന് മിക്സാക്കി എടുക്കണം. മിക്സായി കിട്ടും നമുക്ക്. നമ്മളിങ്ങനെ ഇത് തയ്യാറാക്കാനായിട്ട് എടുക്കുമ്പോഴത്തേക്ക് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലില്ലാത്ത ചിക്കൻ വേണം എടുക്കാൻ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ചിക്കനകത്ത് കുറച്ച് എല്ലൊക്കെ ഉണ്ട്. ഇത് കുറച്ച് മാത്രം. അതിന് മാറ്റി വെച്ചാൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ ഇല്ല. അത്രയ്ക്ക് വേണ്ടി ഉള്ളു. അപ്പം നിങ്ങൾ ആ ചാനലെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ആരെങ്കിലും കാണുന്നെങ്കിൽ പ്ലീസ്. ഇത് നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒന്നും സെപ്പറേറ്റ് കാണാത്ത രീതിയിൽ നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേ ഇനി ഈ ചിക്കൻ നമ്മൾ വെള്ളം കളഞ്ഞ് നല്ലതുപോലെ ഊറ്റി മെറുക്കി പിഴിഞ്ഞണക്ക് ഊറ്റിയെടുക്കണം. ശകലം വെള്ളം പോലും ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ തെളിഞ്ഞു വരുന്ന വെള്ളമൊക്കെ ഒന്ന് മാറ്റി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് പുരട്ടി 3/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോവാമെന്ന്. ഇപ്പോൾ അടുത്ത പരിപാടിയിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് അരമണിക്കൂറോളമായപ്പം 2 വലിയ സവാള, ചെറിയ സവാള, ഇടത്തരം സവാളയാണെങ്കിൽ 3 എണ്ണം എടുക്കണം, ചെറിയ സവാളയാണെങ്കിൽ 4 എണ്ണം എടുക്കണം. ചെറുതായിട്ട് ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പഴുത്ത പച്ചമുളക് 1 ടീസ്പൂണോളം ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത്, നല്ലപോലെ പൊടിച്ചതല്ല, തരിതരിപ്പായിട്ട് പൊടിച്ചത് എടുക്കണം. ഇത് ചതച്ചതുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. ഇതിപ്പോൾ തരിതരിപ്പായിട്ട് പൊടിച്ചതാണ് ഇരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇടത്തരം ഇത് ക്യാപ്സിക്കം ചെറുതായിട്ട് ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വീണ്ടും എടുത്തിട്ടുണ്ട്. ഇതിനി ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നമുക്ക് പേസ്റ്റ് പോലെ ആക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. പേസ്റ്റ് പോലെ അല്ലെങ്കിൽ നമ്മളൊരു 1/4 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കലക്കി വയ്ക്കണം. അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു അപ്പച്ചട്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. ഒരു പാനാണ് അടുപ്പത്ത് വെച്ച് ഫ്രൈ പാൻ വയ്ക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കുറേശ്ശെയായിട്ട് ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ തോനെ എണ്ണ ഒഴിച്ച് വറുക്കുമ്പോൾ തോനെ നമുക്ക് ഇടാൻ ഫ്രൈ പാനകത്തൊക്കെ തോനെ എണ്ണ ഒഴിച്ച് തോനെ ഇട്ട് വറുത്തെടുക്കാം. ഞാൻ ഇപ്പോൾ അപ്പച്ചട്ടി ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുഴിയുണ്ട്. ഒരു കുഴിയുള്ള പാത്രത്തിൽ ഇടുന്നതാണ് കൂടുതൽ സൗകര്യം. ഇവിടെ നമുക്ക് ഇതിനകത്ത് എണ്ണ ചൂടായതിലേക്ക് കുറേശ്ശെ ചിക്കൻ കോരി ഇടാം. ഇങ്ങനെ ഇട്ട് ഇത് നല്ലപോലെ വറുത്തെടുക്കണം. വറന്ന് വരും.
ഇപ്പം ഇത് അരമണിക്കൂറേ ആയിട്ടുള്ളൂ. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുമ്പോൾ ചെയ്യേണ്ട ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ കുറഞ്ഞത് 3/4 മണിക്കൂർ 1 മണിക്കൂറോളം ഇരിക്കണം ഈ ചിക്കൻ ഇങ്ങനെ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ അരമണിക്കൂറേ ആയുള്ളൂ. എനിക്കിപ്പോൾ സമയമില്ല. ഇനി ഇപ്പോൾ വെച്ചോണ്ടിരിക്കാനേ താമസിച്ചു പോയി. ഇതെടുത്ത് പുരട്ടി വെച്ചപ്പെടുത്തി കുറച്ചുകൂടെ നേരത്തെ എടുത്ത് പുരട്ടി വെക്കണമായിരുന്നു. ഇതിപ്പോൾ അരമണിക്കൂറേ ആയിട്ടുള്ളൂ. ഇതിനി വറുത്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ വറുത്തിട്ട് കാണിച്ചു തരും. ഇപ്പോൾ നമ്മൾ ചിക്കൻ എണ്ണയിലിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് മൂപ്പിച്ചത് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. മാറ്റിയിട്ട് വീണ്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു കൊടുക്കുമ്പോൾ മൂത്ത് വരുന്നതനുസരിച്ച് തിരിച്ചു മറിച്ച് ഇട്ട് വറുത്ത് കോരിയെടുക്കാം. ഇപ്പോഴാ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇനി ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ചെറുതായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ പഴുത്ത പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന അതുകൂടെ ഇട്ട് കൊടുക്കാം. ചിക്കനെല്ലാം ഇവിടെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി സംസാരിച്ചിരിക്കാൻ സമയമില്ല. ആ എണ്ണയിലേക്ക് നമുക്ക് അടുത്ത പാത്രം വെച്ച് വേറെയുള്ള സാധനങ്ങൾ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ വേറെ എണ്ണ ഈ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഉള്ളിയൊക്കെ വഴറ്റാൻ പറ്റും. പക്ഷേ അപ്പോഴും നമ്മൾ വേറെ എണ്ണ എടുക്കേണ്ടി വരും, കണ്ടെത്തേണ്ടി വരും. ഈ വറുത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഈ വറുത്ത എണ്ണയിൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പോൾ വറുത്ത എണ്ണ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്, പാനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇപ്പോൾ തന്നെ ഒഴിച്ചതാണ് ഞാൻ. ചൂടായി വരട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചട്ടി അറിയ ചട്ടി ആയതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് കുരുമുളക് ഇട്ട് വഴറ്റാം. നമ്മൾ തരിതരിപ്പായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളക്. ഇത് ഞാൻ വീണ്ടും പറയുന്നത് ചതച്ച കുരുമുളകാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഈ കുരുമുളക് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പുളിവെള്ളം ഒന്നുകൂടെ ഒന്ന് വെന്ത് വരണം. നമ്മളിതിനകത്ത് തക്കാളി ഒന്നും ചേർക്കുന്നതല്ല. സോയാ സോസ് കയ്യിലുള്ളവർക്ക് അത് ചേർക്കാം. ക്യാപ്സിക്കം ഇട്ട് കറിവേപ്പില ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. നമ്മൾ ആ ചിക്കൻ വറുത്തെടുക്കുന്ന താമസമേ ഉള്ളൂ. പിന്നെ നമുക്കെല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കാം. പക്ഷേ ഇത് നമുക്ക് മുമ്പേ ചിക്കൻ വറുക്കുന്ന കൂട്ടത്തിൽ വേറൊരു അടുപ്പിൽ ഇത് ചെയ്ത് വെക്കണമെങ്കിൽ നമ്മൾ എണ്ണ വേറെ കയ്യിൽ നിന്ന് ഒഴിക്കണം. അപ്പോൾ ഇത് ചിക്കൻ വറുത്തെടുത്തതിന് ശേഷമാണെങ്കിൽ ആ എണ്ണയിൽ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോഴും കുറച്ചുകൂടെ സമയം പോകുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഉടനെ റെഡിയായി വരും.
ഇപ്പോൾ ഇവിടെ സവാളയും പച്ചക്കറികളെല്ലാം ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് വീണ്ടും തിളപ്പിക്കാം. ഇനി ഇത് വീണ്ടും നല്ലതുപോലെ തിളച്ച് വരണം. ഇപ്പോൾ ഞാൻ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റിയിട്ട് അതിലേക്ക് വേറൊരു വലിയ പാത്രം വെച്ചിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ പുറത്ത് മറ്റതൊഴിക്കാം. പാനകത്ത് ഇതെല്ലാം കൂടെ ചെരുവില്ല. ഫ്ലെയിം അങ്ങനെ തന്നെ ഇരിക്കുകയാണ്, ഓഫാക്കിയിട്ടൊന്നുമില്ല. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. നല്ലതുപോലെ എല്ലായിടവും ഇതുപോലെ പിടിച്ച് വരണം. ഇപ്പോഴതിന് വലിയ പാത്രം ആയാലേ പറ്റുള്ളൂ. നമ്മൾ ഇത്രയും ചെയ്യുന്നതിന് അപ്പച്ചട്ടിയും ഇതുപോലെ ഫ്രൈ പാനും ഒക്കെ മതി. ഇതൊരു 5 മിനിറ്റ് കിടന്ന് എല്ലാം ഒന്ന് സെറ്റായി വരട്ടെ. ഇപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇത് ഇട്ട് മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഇങ്ങനെ ഇളക്കി ഓരോ മിനിറ്റ് ഇടവിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇങ്ങനെ ഇട്ട് വേവിച്ചെടുക്കണം. ഈ ചിക്കൻ്റെ അകത്ത് നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുത്തതല്ലേ, അപ്പോൾ ആ വറുത്തെടുത്ത ചിക്കൻ്റെ എണ്ണ ഇറങ്ങി അതിനകത്തിരിക്കുന്ന എണ്ണ ഇതിൽ ഉള്ളിയിലോട്ട് പിടിച്ച് ഉള്ളിയിൽ ഇതെല്ലാം എസൻസ് എല്ലാം ഇതിലോട്ട് ചിക്കനിലോട്ട് പിടിച്ചൊക്കെ വരണം. അപ്പോൾ അതിന് നമ്മളിങ്ങനെ ഓരോ മിനിറ്റ് ഇടവിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പെപ്പർ ചിക്കൻ എന്ന് വേണമെങ്കിൽ പറയാം. ചിക്കനെല്ലാം ഒന്നൊന്നായിട്ട് ഇളക്കി ഇനി ഇത് അടച്ചിട്ട് കൊടുക്കാം.